ഹലോ, ഞാൻ നിങ്ങളുടെ ശ്രീകുട്ടി. ഇന്ന് ഞാനൊരു പുതിയ വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള നവരരി അഥവാ ചുമന്ന അരിയെക്കുറിച്ച് പറഞ്ഞാലോ എന്നല്ല, അത് തന്നെ പറയാനാണ് വന്നിരിക്കുന്നത്. കാരണം അത്രയേറെ സവിശേഷതയുണ്ട് നമ്മുടെ ഈ നവരരിക്ക്. ആയുർവേദത്തിലൊക്കെ നവരരി ഔഷധക്കഞ്ഞിയായിട്ട്, വാദസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ നവരരിയുടെ കിഴി, അതിനൊട്ടുമിക്ക രോഗങ്ങൾക്കും പല വിധത്തിൽ നവരരി ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നീട് പറയുകയാണെങ്കിൽ 8-9 മാസമായ ഉണ്ണികൾ മുതൽ പ്രായമായവർക്ക് വരെ നവരരി ഉപയോഗിക്കാം. 8-9 മാസമൊക്കെ ആകുമ്പോൾ നമ്മൾ ഉണ്ണികൾക്ക് കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങും അല്ലേ? അങ്ങനെ കുറുക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ നവരരി കുറുക്കി കൊടുക്കണം, വളരെ നല്ലതാണ്. അത് ഉണ്ണികളുടെ എല്ലിനൊക്കെ ബലം ഉണ്ടാവാൻ സഹായിക്കുന്നതാണ് പറയണത്. നവരരിയുടെ പായസം, നവരരിയുടെ കഞ്ഞി, നവരരിയുടെ കുറുക്ക്, അങ്ങനെ പല വിധത്തിൽ നമുക്ക് നവരരി ഉണ്ടാക്കി കഴിക്കാൻ സാധിക്കും. നാരുകളുടെ തന്നെ ഒരു ഉറവിടമാണ് നവരരി. അതുപോലെ വാദസംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ ആസ്മ, അനീമിയ, പ്രമേഹം, കൊളസ്ട്രോള്, ത്വക്ക് രോഗങ്ങൾ, ഇവയൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ നവരരിയെ കൊണ്ട് സാധിക്കുന്നതാണ് പറയണത്. ഞാനപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഞാൻ പറയണേക്കാട്ടും നല്ലത് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാലായിരിക്കും കൂടുതൽ മനസ്സിലാവുക. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ നവരരിയെക്കുറിച്ച് എനിക്ക് അറിയണ കാര്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഈ ആസ്മയ്ക്കായാലും പ്രമേഹത്തിനൊക്കെ അതെങ്ങനെ നിയന്ത്രിക്കാൻ സഹായിക്കണം നവരരി എന്നുള്ളതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെല്ലാവരും വായിച്ചു നോക്കുക. ഇഷ്ടമാവണമെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കുറേ പേർക്കൊക്കെ ഈ നവരരിയെക്കുറിച്ച് ഈ വക കാര്യങ്ങളൊക്കെ അറിയുന്നതായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത്. നമ്മളായാലും ഇടയ്ക്കൊക്കെ നവരരി ഏതെങ്കിലും വിധേനയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കഴിക്കാൻ ശ്രമിക്കുക. ഉണ്ണികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കുക. കുറുക്കുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു 1.5-2 മണിക്കൂർ മുമ്പ് നമ്മൾ നവരരി നന്നായി കഴുകി വെള്ളത്തിൽ ഇടുക. 1.5-2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം അതൊന്ന് പച്ചരിയൊക്കെ പൊടിപ്പിക്കാൻ നമ്മൾ ഊറ്റി വെക്കില്ലേ, അതുപോലെ ഊറ്റി വെള്ളം കളഞ്ഞ് മിക്സിയിൽ അടിച്ചെടുത്ത് ആ പൊടി ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അതല്ല വെച്ചാൽ നമ്മുടെ ആവശ്യത്തിനുള്ളത് പൊടി നവരരി എടുത്ത് വെള്ളത്തിൽ കുതിർത്തി അരച്ച് ശർക്കരയോ പനങ്കൽക്കണ്ടോ എന്താണോ നിങ്ങൾ ചേർക്കണമെന്ന് വെച്ചാൽ അത് ചേർത്ത് നവരരി സാദാ കുറുക്കണ പോലെ കുറുക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നവരരി ഉപയോഗിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക. അപ്പോൾ വേറെ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ ബൈ.